ഇന്ന് വന്നിട്ടുള്ളത് ഡ്രീം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ അതിൻ്റെ ട്രെൻഡിങ് ഒക്കെ കഴിഞ്ഞു തോന്നുന്നു, പക്ഷേ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കി വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലോട്ട് 1/4 കപ്പ് മൈദപ്പൊടി, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും, പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ള് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു പാത്രത്തിലോട്ട് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിലോട്ട് ഒരു ഡ്രോപ്പ് വാനില എസെൻസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇനി പൗഡേർഡ് ഷുഗർ ഒരു 1/4 കപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നല്ല ചൂടുള്ള പാലെടുക്കുക. അതൊരു ടേബിൾ സ്പൂൺ ആണ് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം അത് കുറച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള പാലും കൂടി ഒഴിക്കുക. എന്നിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കറുണ്ട്, അതിലോട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമും ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലോട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് ഗനാഷിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത്, ബദാം വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ കേക്ക് റെഡി ആയി. കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലിലോട്ട് കുറച്ച് പൗഡർ ഷുഗറും ചോക്ലേറ്റ് ഗനാഷും ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേയിലോട്ട് കേക്ക് വെച്ച് കൊടുക്കാം. പക്ഷേ ഒരു അബദ്ധം പറ്റി, കേക്ക് ചെറുതും ട്രേ വലുതും ആയിപ്പോയി. അപ്പോൾ ഞാൻ തൽക്കാലം ഒരു ടിഫിൻ ബോക്സ് എടുത്ത് അതിലോട്ട് നമ്മൾ പാലിൻ്റെ ആ മിക്സ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഫ്രീസറിലാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ചോക്ലേറ്റ് ഗനാഷിൽ നമ്മൾ കാഷ്യൂ നട്ട്സ് ഇട്ട ആ ഒരു ലെയറാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുണ്ട്, അതും ഇതിൻ്റെ മുകളിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം അധികം കട്ടിയിൽ വേണ്ട. അപ്പം ഇത് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ലാസ്റ്റായിട്ട് കൊക്കോ പൗഡർ നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് ഇതിൻ്റെ മുകളിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം താങ്ക് യു.